ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ വിഡ്ഢിത്തം നിറഞ്ഞ ഒരു ഉപദേശമാണ് എല്ലാ കൊഴുപ്പും ഒഴിവാക്കുക എന്നുള്ളത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്നെ കാണിക്കാൻ വന്ന ഒരു രോഗി, അദ്ദേഹം അറ്റാക്കിന് ശേഷം സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്നത് കേട്ടിട്ടും ഡോക്ടർ പറയുന്നതനുസരിച്ചും എല്ലാ രൂപത്തിലുള്ള കൊഴുപ്പും ഫാറ്റും ഭക്ഷണത്തിൽ നിന്നും അദ്ദേഹം ഒഴിവാക്കി. എന്നെ കാണിക്കാൻ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 3 മാസമായിട്ട് കൊഴുപ്പ് കഴിക്കുന്നേ ഇല്ല, പക്ഷെ അപ്പോഴേക്കും എനിക്ക് വല്ലാത്ത ക്ഷീണം വരികയാണ്, അതുപോലെ തന്നെ അരിഭക്ഷണം കഴിക്കാനും പഞ്ചസാര കഴിക്കാനുള്ള ആഗ്രഹം കൂടി വരികയാണ്, ഞാനാണെങ്കിൽ വെയിറ്റ് കൂടി വരികയാണ്. അതിനും പുറമെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ രക്തധമനികളുടെ നീർക്കെട്ട് നോക്കുന്ന ഹൈ സെൻസിറ്റിവിറ്റി CRP ഒരുപാട് കൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡോക്ടർ എന്നോട് പറഞ്ഞു, അറ്റാക്ക് വരുന്നതിന് മുമ്പേ ഉള്ളതിനേക്കാളും മോശമാണ് ഇപ്പം എൻ്റെ സ്ഥിതി, ട്രൈഗ്ലിസറൈഡ് ഒക്കെ കുത്തനെ കൂടിയിട്ടുണ്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഡോക്ടർ? സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതാണ് ഫാറ്റ് ഫോബിയ എന്ന് വെച്ചാൽ കൊഴുപ്പിനോടും കൊളസ്ട്രോളിനോടുമുള്ള അമിതമായ ഭയം. ഇത് പലർക്കും ഉണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം അറിയണം, നമ്മുടെ ഹൃദയത്തിന്റെ മാംസപേശികളിലെ 60% ഫാറ്റാണ്. മാംസപേശികളുടെ ഭിത്തികൾ ഉണ്ടാക്കണമെങ്കിൽ ഫാറ്റ് വേണം, അതുപോലെ തന്നെ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഹോർമോണുകൾ ഉണ്ടാവണമെങ്കിലും ഫാറ്റ് വേണം. നല്ല രീതിയിൽ ഹൃദയത്തിലേക്ക് നാഡികൾ എത്തണമെങ്കിൽ ഹൃദയ നാഡികളുടെ ഫംഗ്ഷനും ഫാറ്റ് വേണം. ഈ ഫാറ്റ് ഫോബിയ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലിങ്ങനെ കുത്തി നിറച്ചിട്ടുണ്ട്. എന്നാൽ ഹൃദയത്തിന്റെ ഫ്ലെക്സിബിലിറ്റിക്കും അതുപോലെ തന്നെ ഊർജോൽപാദനത്തിനും പമ്പിങ്ങിനും ഫാറ്റ് കൂടിയേ മതിയാവും. ഇത് എത്ര പേർക്കറിയാം? ഒന്നാമത്തെ കാര്യം, ഹൃദയത്തിന്റെ പമ്പിങ്ങിനും ഹൃദയത്തിന്റെ എനർജി പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ഫ്ലെക്സിബിലിറ്റിക്കും കൊഴുപ്പ് കൂടിയേ മതിയാവും. ഹൃദയത്തിന്റെ എനർജിയുടെ 70% ഫാറ്റിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊഴുപ്പ് ഒരുപാട് കുറയ്ക്കുകയാണെങ്കിൽ ഹൃദയത്തിന്റെ എഫിഷ്യൻസി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു 20-25% കുറയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഫാറ്റ്, അതായത് ഒലീവ് ഓയിൽ പോലുള്ളവ 1-2 ടീസ്പൂൺ ഡെയിലി ഉപയോഗിക്കുക. ഇത് ഹാർട്ടിന് ഉപകാരപ്പെടും. രണ്ടാമത്തെ കാര്യം, omega-3 ഫാറ്റി ആസിഡുകൾ രക്തധമനികളുടെ നീർക്കെട്ട് കുറക്കുന്നുണ്ട്, ഹൃദയത്തിന്റെ താളം തെറ്റല് അരിത്മ്യ എന്ന് പറയുന്ന അസുഖം തടയുന്നുണ്ട്, അതുപോലെ തന്നെ കുഴഞ്ഞു വീണുള്ള മരണം തടയാൻ 45% പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും 2-3 ഗ്രാം omega-3 ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൽ എത്തണം. ഇതിന് മത്തി, അയല തുടങ്ങിയ മത്സ്യങ്ങൾ കഴിക്കുക. മൂന്നാമത്തത്, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഇത് നമ്മുടെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ കൂട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളിന്റെ ദോഷം കുറക്കുന്നുണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒലിവ് ഓയിൽ ഉപയോഗിക്കുക, അതുപോലെ തന്നെ അവക്കാഡോ ഉപയോഗിക്കുക, നട്ട്സ്, ആൽമണ്ട്സ്, അതുപോലെ മെഡിറ്ററേനിയൻ ഡയറ്റ് ഇതൊക്കെ ഉപയോഗിക്കുക. നാലാമത്തത്, കൊഴുപ്പ് നമ്മൾ വല്ലാതെ ഒഴിവാക്കുകയാണെങ്കിൽ ശരീരത്തിനകത്ത് ഷുഗറിന്റെ ക്രേവിംഗ്, ആസക്തി കൂടുകയാണ്. ഇത് ഷുഗർ സ്പൈക്കുകൾ ഉണ്ടാക്കും. കാലക്രമേണ രക്തധമനികൾക്കകത്ത് നീർക്കെട്ട് വല്ലാതെ കൂടി വരികയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭക്ഷണത്തിൽ എപ്പോഴും മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റുകൾ ഉപയോഗിക്കാം. ഇത് കാരണം നമുക്ക് വിശപ്പ് കുറയും, വയറ് നിറഞ്ഞതായിട്ട് തോന്നും, ഷുഗർ ക്രേവിംഗ് ഉണ്ടാവുകയില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും ഫാറ്റ് ഫ്രീ ഡയറ്റ് കഴിച്ചിട്ട് ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, ആ അനുഭവം ഒന്ന് ഷെയർ ചെയ്യുക.